നടൻ കമൽഹാസനും ഇക്കിളിപ്പെടുത്തലിന്റെ ആള് തന്നെ. അതിന് ഉദാഹരണമായി മലയാളത്തിലെ ഒരു നടിക്ക് തന്നെ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സംഭവം സോഷ്യൽ മീഡിയയിൽ കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. ഹേമ കമ്മിറ്റിക്ക് റിപ്പോർട്ട് വന്നപ്പോൾ തൊട്ട് അതിന് പിന്നാലെയാണ് കേരളത്തിലെ മാധ്യമങ്ങളും കേരള ജനതയുമൊക്കെ. വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ദുരനുഭവങ്ങൾ നടിമാർ വെളിപ്പെടുത്തി രംഗത്ത് വരുന്നു. സോഷ്യൽ മീഡിയ മാധ്യമമാക്കിയാണ് പലരും തങ്ങളുടെ ദുരനുഭവങ്ങൾ ചെറുത്തുനിൽപ്പുകൾ ഒക്കെ പുറലോകത്തോട് വിളിച്ചു പറയുന്നത്. അതിനൊപ്പം തന്നെ പലതരം ചെറുത്തുനിൽപ്പുകളുടെയും കഥകൾ പുറത്തു വരുന്നുണ്ട്. ഇന്നലെ ഇങ്ങനെ ഒരു നടി എന്ന തലക്കെട്ട് നൽകി നിശ്ചയദാർഢ്യത്തിന്റെ ചെറുത്തുനിൽപ്പിന്റെ ശബ്ദമായിരുന്ന നടി കാർത്തികയെ പറ്റിയാണ് തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ കൂടി സിനിമാ നിരൂപകൻ കൂടിയായ അജയൻ കരുനാഗപ്പള്ളി കുറിക്കുന്നത്. ഇന്നോ ഇന്നലെയോ ദിവസങ്ങൾക്ക് മുമ്പോ മാസങ്ങൾക്ക് മുമ്പോ നടന്ന സംഭവമല്ല. ഇത് ഏകദേശം 10-35 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണിത് എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുന്നു. കമൽഹാസന്റെ ഇക്കിളിപ്പെടുത്തലിനോട് നിസ്സഹകരണം കാണിച്ച കാർത്തിക ഒറ്റയ്ക്കൊരു പോർമുഖം തുറന്ന് ജയിച്ചവളാണെന്നും അജയൻ പറയുന്നു. ഈ ഒരു കുറിപ്പിൽ ആദ്യം പറയുന്നത് സംവിധായകൻ മണിരത്നത്തെ പറ്റിയാണ്. 1987 ഇറങ്ങിയ നായകൻ എന്ന തമിഴ് ചിത്രത്തിന് ശേഷം കമൽഹാസൻ എന്ന ഉലക നായകനെ വെച്ച് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ മകളെ, അതായത് സുഹാസിനിയെ പിൽക്കാലത്ത് വിവാഹം കഴിച്ച ആളായിട്ട് കൂടി മണിരത്നം എന്ന ഗ്രേറ്റ് ഫിലിം മേക്കർ മറ്റൊന്നിനും ശ്രമിച്ചില്ല എന്നത് ഇന്ത്യൻ പ്രേക്ഷകരെ സംബന്ധിച്ച് ഇന്നും അത്ഭുതപ്പെടുത്തുന്ന ഒരു സമസ്യയാണ്. അതായത് ആ ചിത്രത്തിന് ശേഷം കമലഹാസനെ വെച്ച് മണിരത്നം ചിത്രങ്ങളൊന്നും സംവിധാനം ചെയ്തിട്ടില്ല. നായകൻ അവരിരുവരും ആദ്യ അവസാനം ഒന്നിച്ച സിനിമ എന്നതാണ് ചരിത്രം. എങ്കിലും 80കളിലെ മലയാള സിനിമയുടെ മുഖശ്രീ തന്നെയായിരുന്ന നടി കാർത്തികയുടെ തൊഴിൽ അവസാനിപ്പിക്കാൻ തീരുമാനത്തിന്റെ കാരണവും അതേ സിനിമ ആയിരുന്നു എന്നതും ഏറെ തെളിവുകളുള്ള വസ്തുതയാണ്. യൂട്യൂബ് ഉൾപ്പെടെ ഒട്ടേറെ ഓൺലൈൻ ഉറവിടങ്ങളിൽ അത് കൃത്യപ്പെടുത്തുന്നുണ്ട് എന്നും അജയൻ കരുനാഗപ്പള്ളി ചൂണ്ടിക്കാണിക്കുന്നു. സിനിമയ്ക്ക് മുന്നേ നടന്ന ഒരു ഫോട്ടോഷൂട്ട് വേളയിൽ അനാവശ്യമായ ഒരു ശരീരസ്പർശത്തിന് മുതിർന്ന കമലഹാസന്റെ കരം കുടഞ്ഞെറിയുക വഴി യാതൊരു വിധമായ ഇംഗിതത്തിന് വഴങ്ങാൻ സാധ്യതയില്ലാത്ത വ്യക്തിത്വം എന്ന കൃത്യമായ സൂചന കാർത്തിക നൽകുകയും എന്ന ചിത്രത്തിന്റെ ഷൂട്ട് വേളയിൽ അഭിനയ വ്യാജമായല്ലാതെ നടിയുടെ കരണ അടിച്ചു പുകച്ചുകൊണ്ട് കമലഹാസൻ തന്റെ പ്രതികാരം നിറവേറ്റുകയുണ്ടായി. സിനിമയുടെ ചിത്രീകരണം പെട്ടെന്ന് നിർത്തിവെപ്പിക്കുന്ന നിലയിൽ തുടർന്ന് കാർത്തിക നിസ്സഹകരണം പ്രഖ്യാപിക്കുകയായിരുന്നു. എന്നാൽ പക്ഷെ അന്നത്തെ ഉഗ്രപ്രതാപിയായ ഉലകനായകന്റെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ മണിരത്നം കാർത്തികയുടെ ന്യായവശത്ത് നിൽക്കുക വഴി അവസാനിച്ചതാണ് ഇരുവർക്കും ഇടയിലെ പ്രൊഫഷണൽ സഖ്യമെന്നും അജയൻ കരുനാഗപ്പള്ളി കുറിക്കുന്നു. അതിൽ 1986 സംവിധാനം ചെയ്ത അടിവേരുകൾ എന്ന സിനിമയിൽ ജീപ്പിൽ നിന്ന് കാലുയർത്തി ഇറങ്ങവേ ഇട്ടിരുന്ന വേഷത്തിന്റെ വൈകല്യം കാരണം തെറ്റായ ഒരു കാഴ്ച ഉണ്ടായതിനെ എഡിറ്റിംഗ് കട്ട് ചെയ്ത് മാറ്റാൻ ചട്ടം കിട്ടിയെങ്കിലും തോറ്റുപോയത് മാത്രമാണ് ബോധപൂർവമല്ലെങ്കിലും സിനിമാ രംഗത്തെ കാർത്തികയുടെ സദാചാര വിരുദ്ധമെന്ന് ആരോപിക്കാവുന്ന ഏക തോൽവിയെന്ന് അജയൻ അടയാളപ്പെടുത്തുന്നു. കഥ ആവശ്യപ്പെടാത്തതായ ഒരു ആലിംഗനത്തിന് പോലും നിന്നു കൊടുക്കാതിരുന്ന കാർത്തിക തലസ്ഥാന ജില്ലയിലെ അറിയപ്പെടുന്ന ബാഡ്മിന്റൺ പ്ലെയർ ആയിരിക്കെ ബാലചന്ദ്ര മേനന്റെ മണിച്ചപ്പ് തുറന്നപ്പോൾ വഴി ആക്ടിംഗ് കരിയർ തുടങ്ങുമ്പോൾ സുനന്ദ എന്ന തന്റെ യഥാർത്ഥ നാമധേയം തിരുത്തി കാർത്തിക ആയത് മാത്രമാണ് ചലച്ചിത്ര ജീവിതത്തിൽ നടത്തിയ ഒരേ ഒരു ഒത്തുതീർപ്പ് എന്നുമാണ് കാർത്തികയെ ഓർത്തുകൊണ്ട് അജയൻ എഴുതുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. കാർത്തിക മോഹൻലാലിന് ചേരുന്ന നല്ലൊരു നടിയാണ്, നല്ല ഭംഗിയുള്ളൊരു നടിയാണ്. പഴയ കാലത്ത് കാർത്തിക മോഹൻലാലിൻ്റെയും ഒരു സിനിമയുണ്ട്. മോഹൻലാൽ ഇങ്ങനെ പേസ്റ്റൊക്കെ ഇങ്ങനെ ഇടിച്ചിടിച്ചെടുക്കുന്ന ഒരു സിനിമ, എൻ്റെ പേരെന്തോന്ന്. അതിനകത്താണ് മാമുക്ക ആദ്യമായിട്ട് അഭിനയിക്കുന്നത്.